ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈദിൻ്റെ ഹോളിഡേയ്സ് ആയതുകൊണ്ട് നമ്മൾ അംബർല ബീച്ച് വരെയും പോകാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ റെഡിയായി നിൽക്കുവാണ്. ഇനിയിപ്പോൾ നമ്മൾ ഉടനെ ഇറങ്ങും. ഇന്ന് ചൂട് കുറവുണ്ട് കേട്ടോ. ഇപ്പോൾ ഉച്ച കഴിഞ്ഞു, അപ്പോൾ ചൂട് കുറവുണ്ട്. 2:30 അപ്പം ഒരു 4:30 ആകുമ്പോഴത്തേനും എത്തും. ഇന്നലെ നല്ല ചൂട് കുറവായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മൾ കാറിൽ കയറിയപ്പോൾ ചെറുതായിട്ടൊന്ന് പ്ലാൻ മാറ്റി. ആദ്യം നമ്മൾ കൽബയിലെ ഹാങ്ങിങ് ഗാർഡനിൽ പോയി കഴിഞ്ഞതിന് ശേഷം അംബർല ബീച്ചിൽ പോകാനാക്കി. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് കൽബയിലെ ഹാങ്ങിങ് ഗാർഡനിൽ. കാരണം നമ്മൾ എന്തായാലും 4:30 ആകുമ്പോൾ എത്തും. അപ്പോൾ പിന്നെ ബീച്ചിൽ 4:30 പോയി കഴിഞ്ഞാൽ വെയിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഹാങ്ങിങ് ഗാർഡനിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ബീച്ചിലേക്ക് പോവുകയാണെങ്കിൽ അത്യാവശ്യം വെയിലൊന്നും കാണില്ല. നമുക്ക് കാറ്റൊക്കെ കൊണ്ട് ഇത്തിരി നേരം അബുദാബി ദുബായ് പോകുന്ന വഴിയല്ല കേട്ടോ. എന്തും നമ്മൾ അബുദാബി ദുബായ് ഒക്കെ പോകുന്നത് വേറെ വഴിയാണ്. നമ്മുടെ നേരത്തെ വീഡിയോസിലൊക്കെ അറിയാൻ പറ്റും. ഇത് വേറെ വഴിയാട്ടോ. ഈ വഴി എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമുള്ള വഴിയാണ്. കാരണം ഫുള്ള് മരങ്ങളും അങ്ങനെ കുറച്ച് കൂടുതൽ മരങ്ങൾ ഈ വഴി പോകുമ്പോഴാണ്. കുറച്ച് നല്ല ഭംഗിയുള്ള റോഡൊക്കെയാണ് ഇവിടെ. അതായത് നമ്മൾ നേരത്തെ പോകുന്ന റോഡിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ മരങ്ങളും ചെടികളും പൂക്കളൊക്കെ ഉള്ളൊരു റോഡാണിത്. അതുകൊണ്ട് മറ്റേ റോഡിനേക്കാളും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഈ റോഡിൽ പോകുന്നതാണ്. നമ്മൾ ഒമാനിൽ പോയപ്പോഴൊക്കെ ഈ റോഡ് വഴിയാണ് പോകുന്നത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ ഈ ഒരു ഭാഗത്ത് ഒരു പാർക്കിംഗ് ഏരിയയിലായിരുന്നു നമ്മളന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ നിർത്തിയതും ഇരുന്നതൊക്കെ. അതുകൊണ്ട് ഈ റോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പോകാൻ വേണ്ടിയിട്ട്. ഈ റോഡ് ഇങ്ങനെ അങ്ങ് പോകുമ്പോഴേക്കും ഫുള്ള് 2 സൈഡും മരങ്ങൾ, നടുക്ക് ഈന്തപ്പന, സൈഡിൽ വേറെ ഏതോ മരം, അങ്ങനെയാണ് ഫുള്ള് അങ്ങോട്ടേക്ക്. പിന്നെ നമ്മൾ ഫുജൈറയൊക്കെ എത്തുമ്പോഴേക്കും ഫുള്ള് മലകൾ, കുന്നും മലയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഈ റോഡ് ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേക ഒരു ഏരിയ ചെല്ലുമ്പോഴേക്കും നമ്മൾ വേഗം മരങ്ങൾ മാറിയിട്ട് മറ്റേ മലകളിൽ എത്തുന്ന അങ്ങനെ ഒരു വൈബാണ് ഇവിടെ. നല്ല രസം. ഇപ്പോൾ കണ്ട ഈ പാർക്കിംഗ് ഏരിയയിലായിരുന്നു നമ്മളന്ന് ഒമാനി പോകാൻ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയത്. ആ പാർക്കിംഗ് ഏരിയ എനിക്ക് കണ്ടാൽ അറിയാം. അപ്പോൾ ഞാൻ എപ്പോഴും ഈ റോഡിൽ കൂടെ പോകുമ്പോഴേക്കും ആ പാർക്കിംഗ് ഏരിയ നോക്കാറുണ്ട്, നമ്മളന്ന് ഇരുന്ന സ്ഥലമൊക്കെ. നമ്മളൊരു 6 മന്ത് മുന്നേ കൽബയിൽ വന്നതാട്ടോ. കൽബ ഹാങ്ങിങ് ഗാർഡൻ, പിന്നെ അവിടുത്തെ മാംഗ്രോവ് ഫോറസ്റ്റ്, അവിടേക്ക് നമ്മൾ വന്നതായിരുന്നു. പക്ഷേ അംബർല ബീച്ചിൽ നമ്മൾ പോയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അംബർല ബീച്ചിലേക്കാണ് മെയിൻ. അംബർല ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ഇങ്ങനെ വെയിൽ താറിയിട്ട് പോകാമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ നമ്മൾ പ്ലാൻ മാറ്റി. അങ്ങനെ നമ്മൾ ഫുജൈറ എത്തി കേട്ടോ. ഇനി കൽബ ഹാങ്ങിങ് ഗാർഡനിലേക്ക് ഒത്തിരി ദൂരമൊന്നും ഇല്ല, നമ്മൾ ഏകദേശം എത്താറായിട്ട്. നമ്മൾ ഒട്ടകങ്ങളെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒട്ടകം ഉണ്ടാകും, ഒട്ടകത്തെ കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. അറിയത്തില്ല കാണാൻ പറ്റുമോയെന്ന്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഈ ഒരു ഭാഗം കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഒട്ടകത്തെ കണ്ടിട്ടുണ്ട്. ഒട്ടകം വെറുതെ അവിടെ റോഡിൻ്റെ സൈഡിലായിട്ട് മഴക്കാർ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മഴ പെയ്യുന്നൊക്കെ ഓർത്താണ് വന്നത്, പക്ഷെ മഴയൊന്നും പെയ്തില്ല. നമ്മളപ്പം ഈ മഴക്കാർ കൊണ്ട് എന്തായാലും മഴ പെയ്യണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു വന്നിരുന്നത്. കാരണം ഞാനിവിടെ വന്നിട്ട് UAE വന്നിട്ട് ഇതുവരെ ഇവിടുത്തെ മഴ കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ആയതുകൊണ്ട് മഴ പെയ്യണം എന്ന് ആഗ്രഹിച്ചാണ് വന്നത്. അങ്ങനെ നമ്മൾ ഒട്ടകത്തെ കണ്ടു കേട്ടോ. നമ്മളെ പ്രാർത്ഥന പോലെ തന്നെ ഒട്ടകം നമ്മുടെ റോഡിൻ്റെ സൈഡിൽ കൂടെ അവിടെ നിന്നിങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ട കേട്ടോ, ഒട്ടകം സൈഡിൽ നിൽക്കുക. ഞങ്ങളിങ്ങനെ വന്നിട്ടൊന്നും അനങ്ങുന്നില്ല, ഇവിടെ തന്നെ നിൽക്കുക. വേറെ ഒരാളിവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഒട്ടകത്തോട് ബായി പറഞ്ഞ് തിരിച്ച് വണ്ടി കയറി കേട്ടോ. പിന്നെ ഇനി നമ്മളൊരു ചായ കുടിക്കാനുള്ളൊരു സ്പോട്ട് നോക്കുവാണ്. കാരണം ഏകദേശം വൈകുന്നേരം ആയല്ലോ. അപ്പം നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ഈ ഒരു ടൈം ആയപ്പോഴേക്കും ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് ഓർത്തു. അങ്ങനെ നമ്മൾ ചായ കുടിക്കാനുള്ള കുറേ സ്ഥലം നോക്കിയിട്ട് നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയി നോക്കാം. എന്തായാലും ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണല്ലോ. അതായത് ഹാങ്ങിങ് ഗാർഡനിലൊക്കെ ഒത്തിരി ആൾക്കാർ വരുന്നതുകൊണ്ട് എന്തായാലും ഒരു ചായ കുടിക്കുന്ന എന്തെങ്കിലും കഫേയോ റെസ്റ്റോറൻറ്റോ കാണാതിരിക്കത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം. ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ കണ്ടായിരുന്നു, പക്ഷേ അത് ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. നമ്മൾ പാർക്ക് ചെയ്ത് അതിൻ്റെ അടുത്ത് വരെ പോയി നോക്കിയപ്പോഴേക്കും അത് ക്ലോസ്ഡ് ആണ്. എന്തോ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നു. നല്ലൊരു വ്യൂ ഒക്കെ ഉള്ള ഒരു കഫേ കണ്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നമ്മൾ എവിടെ പോയാലും അങ്ങനത്തെ ഒരു കഫേയും റെസ്റ്റോറൻറ്റൊക്കെയാണ് നോക്കുന്നത്. നല്ല ഭംഗിയിൽ ഇങ്ങനെ ഇരുന്ന് കഴിക്കാനും പുറത്തിരുന്ന് കഴിക്കാനും ചായ കുടിക്കാനൊക്കെ പറ്റുന്ന ഏരിയ ആണെങ്കിൽ സൂപ്പറായിരിക്കും. നമ്മളപ്പോൾ ചായ നോക്കി വന്നതാണ്. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പോൾ ജസ്റ്റ് അവിടെ ചായ ഉണ്ടോയെന്ന് അറിയത്തില്ല, ഒന്ന് ചോദിച്ച് നോക്കാമെന്ന് കരുതി നമ്മളിവിടെ ഇറങ്ങിയത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ടൊക്കെ. ഫുള്ള് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഒരു ഗാർഡൻ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇതാണ്. നല്ല ഭംഗിയുണ്ട് ഇവിടെ.
തണലൊക്കെ ആയിട്ട് പൂക്കളും എല്ലാം വെച്ചിട്ട് മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ചായയും സ്നാക്സൊക്കെ കഴിച്ചു കേട്ടോ. ഒട്ടും തിരക്കില്ലാത്തൊരു കഫേയാണ്. ആരും ഉണ്ടായിരുന്നില്ല നമ്മൾ ചെന്നപ്പോഴേക്കും. വളരെ കാം ആൻഡ് സൈലൻ്റ് ആയിട്ടുള്ള, ഇതിൻ്റെ പുറകിലൊക്കെ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. അത് ആ കഫേയുടെ ബാക്കിലാണെങ്കിൽ ഒരു വലിയ മലയായിരുന്നു കേട്ടോ. അപ്പോൾ മലയുടെ മുകളിൽ ഇങ്ങനെ ഓരോ ഹട്ട് പോലെ ഇങ്ങനെ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോകാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല, കാരണം നല്ല ദൂരെയാണ് ആ മല ഉണ്ടായിരുന്നത്. അപ്പം ആ കഫേയിൽ നിന്ന് നോക്കുമ്പോൾ ആ മല ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. നമ്മളങ്ങനെ ഹാങ്ങിങ് ഗാർഡൻ്റെ അടുത്തെത്തി കേട്ടോ. ഈ ടണൽ ഇറങ്ങുന്നത് നേരെ ഹാങ്ങിങ് ഗാർഡനിലേക്കാണേ. അങ്ങനെ നമ്മൾ ഹാങ്ങിങ് ഗാർഡനിലെത്തി കേട്ടോ. ഇവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡൾട്ടിന് 5 ദിർഹംസ് ആണ് കേട്ടോ എൻട്രി ഫീസ്. പിന്നെ ഇതിൻ്റെ അകത്തൊരു ട്രെയിൻ ഉണ്ട്. ട്രെയിൻ നമ്മളെ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് ചുറ്റിക്കറക്കും. അപ്പോൾ ആ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് 2 ദിർഹംസ് വെച്ചിട്ടാണ്. പിന്നെ നമുക്ക് എക്സ്ട്രാ പാർക്കിംഗ് ഫീസ് എക്സ്ട്രാ ആവുന്നുണ്ട്. അത് നമ്മൾ എത്ര സമയം എടുത്തു ഇവിടെ പാർക്കിംഗ് എത്ര സമയം നമ്മൾ യൂസ് ചെയ്തു എന്ന് വെച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ ട്രെയിനിൻ്റെ ടിക്കറ്റൊക്കെ എടുത്തു. ഇതാണ് ട്രെയിൻ സ്റ്റേഷൻ കേട്ടോ. ഇവിടെ ജസ്റ്റ് ഒരു റൗണ്ടൊക്കെ ചുറ്റിയിട്ട് ആ ട്രെയിൻ ഇവിടെ വന്ന് നിർത്തും. അപ്പോൾ നമുക്ക് ഈ ട്രെയിനിൽ കയറാം. നമ്മളിവിടെ കുറേ കിളികളെ കണ്ടു കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ തലയിൽ തൊപ്പി പോലെയുള്ളൊരു നമ്മുടെ മരംകൊത്തിനെ പോലെ എപ്പോഴും ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കിളി. അതിൻ്റെ പേരറിയത്തില്ല. നമുക്ക് ഈ വാട്ടർഫോൾസിൻ്റെ മുകളിൽ കയറി പോകാൻ പറ്റും കേട്ടോ. കണ്ടോ, സൈഡിലൂടെ നമുക്ക് കയറാൻ വേണ്ടിയിട്ടൊരു ഇതുണ്ട്, സ്റ്റെപ്പ് പോലെ അങ്ങ് മുകളിൽ വരെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ അതിൽ വഴി കയറി പോയിട്ട് അപ്പുറത്തെ സൈഡ് വഴി തിരിച്ചിറങ്ങി വരാം. അങ്ങനെ നമ്മൾ തിരിച്ച് പോവുക കേട്ടോ. ഇനി നമ്മൾ അമ്പർല ബീച്ചിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ 1 അവറാണ് ഇവിടെ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ 1 അവറിൻ്റെ പാർക്കിംഗ് ഫീസ് നമ്മൾ കൊടുക്കണം. അത് നമുക്ക് ഓൺലൈനായിട്ടും ചെയ്യാൻ പറ്റും. ഓൺലൈനായിട്ടാണ് കേട്ടോ പാർക്കിംഗ് ഫീസ് അടയ്ക്കുന്നത്. നമ്മളപ്പം ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ അവർ നമ്മൾക്ക് QR കോഡ് തരും. അപ്പോൾ ആ QR കോഡ് നമ്മൾ സ്കാൻ ചെയ്തിട്ട് അതുവഴിയാണ് നമ്മൾ പാർക്കിംഗ് ഫീസ് അടയ്ക്കുന്നത്. 3 ദിവസത്തിനുള്ളിൽ നമുക്ക് ഫീസ് അടയ്ക്കാം. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും മഴക്കാർ കുറച്ച് കൂടിയായിരുന്നു കേട്ടോ. നല്ല മഴക്കാറായി. അപ്പോൾ നമ്മൾ അമ്പർല ബീച്ചിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഒരു 30 മിനിറ്റ്സ്, ഏകദേശം 30 മിനിറ്റ്സ് ആണ് അമ്പർല ബീച്ചിലേക്കുള്ളത് കേട്ടോ.